സ്വപ്ന സുരേഷ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന കേസ്, സ്വപ്ന സുരേഷിന്റെ കേസ് വളരെ ഗൗരവതരമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുന്നേ. ഇയാളുടെ ഭാര്യ, ഞാനത് കഴിഞ്ഞ ഒരു ദിവസം ഒരു ചാനലിൽ ഞാൻ പറഞ്ഞാണ്, ഇയാളുടെ ഭാര്യ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാവില്ലേ? ഇയാൾ പ്രതിയാവില്ലേ? ഇയാളുടെ മകൾ പ്രതിയാവില്ലേ? ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ ഞാൻ ചോദിച്ചാണ്, പ്രതിയാവില്ലേ? സ്വപ്ന സുരേഷിന്റെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ അവിടെ ചർച്ചയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം പൊന്നുമായി മുഴുവൻ വിഷയം പറയുന്നുണ്ട്. അപ്പൊ അത്രയും സാധനം 164 സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള മുഴുവൻ സാധനം ഇവർ കോടതിയിൽ കൊടുത്തതുമാണ്. എന്നിട്ട് പോലും എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഈ 3 സംവിധാനത്തെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് വിജയന്റെ കുടുംബവും സിൽബന്ധികളും പാർശ്വവർത്തികൾ എന്ത് ചെയ്യാണ്? ഇവരെ മാത്രം എന്താ പറയാ ക്രൂസിഫൈ ചെയ്യാണ് ചെയ്ത്. അപ്പൊ അങ്ങനെ ക്രൂസിഫൈ ചെയ്യുമ്പോ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വരാവുന്ന വളരെ ജൈവികമായ, വളരെ സ്വാഭാവികമായിരിക്കുന്ന പ്രതിഷേധമുണ്ട് ഇതിനകത്ത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗം മാത്രമല്ല, ഞാനല്ല, എന്നെ കള്ളിയാക്കിയത് ആര് എന്നതാണ് ചോദ്യം. എന്നെ കള്ളിയാക്കിയത് ആര്? കള്ളിയാക്കിയത് ഈ മുൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വിജയന്റെ കുടുംബവുമാണ് എന്നാണ് സ്വപ്ന സുരേഷ് പരോക്ഷമായി പറയാതെ പറയുന്നത്. അത് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുക എന്നതാണ്, കോടതി അത് അംഗീകരിക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് സ്വപ്ന സുരേഷ് സത്യസന്ധമായി അവർ നീങ്ങുന്ന യാത്ര. അതാണ് ശരിക്കും. തീർച്ചയായിട്ടും സാർ. അപ്പൊ അത്തരം ഒരു ഗൗരവം അറിയിക്കുന്ന യാത്ര വരുമ്പോ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അവിടെ അയാൾ എന്ത് ചെയ്യണം? അയാൾ പുറത്തേക്ക് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ അത്ഭുതപ്പെടുന്ന വിഷയമേ ഇല്ല കേട്ടോ. അല്ല, തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന സ്വപ്ന സുരേഷ് തന്നെ അവരുടെ പത്രസമ്മേളനത്തിലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ നിക്ഷേപങ്ങളും വിദേശ ബന്ധങ്ങളും അവിടെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം എന്ന്. അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇത്രയും നാളെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു ബിസിനസ് സാമ്രാട്ടായിരുന്നു എന്ന് വീണ ഈ പറയുന്ന സ്വപ്ന സുരേഷ് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ നമ്മള്, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കെതിരെ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനനഷ്ട കേസിന് നോട്ടീസ് അയക്കാനുള്ള നട്ടല്ലെങ്കിലും നമ്മൾ അതൊന്നും അയാൾക്കാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഉളുപ്പൊന്നുള്ള ആവശ്യം, അയാൾക്ക് അങ്ങനെ ഒരു ഉളുപ്പില്ല. അയാൾ നമ്മൾ കാണുന്ന പുറത്തെ ആളുകളെ, തന്നെക്കാൾ ദുർബലനാണെന്ന് തോന്നിയിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ദുർബലാക്കാൻ പാർട്ടി സംഘടന വെച്ച് കഴിയുമെന്ന് തോന്നുന്ന ആളുകളെ പീഡിപ്പിക്കാനല്ലാതെ സ്വന്തമായി അങ്ങനെ ഒരു നട്ടും ബോൾട്ടും മുട്ടും നട്ടലും ഒന്നുമുള്ള മനുഷ്യൻ അയാൾ അങ്ങനെ ഭൂമി കണ്ടിരിക്കുന്ന ക്വാഡല്ല, നമ്പർ 1 ക്വാഡ്. അത്രയും ക്വാഡായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ രീതിയിൽ വന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നിപ്പോ തിരുവനന്തപുരം KPCC ആഫീസിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരിക്കുന്നവരുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നല്ലോ. ഈ കോർപ്പറേഷന്റെ ഭരണ സംവിധാനം ആരുടെ നിഗൂഢ സന്തതിയാണ് എന്നൊരു ചോദ്യമുണ്ട്. ആരുടെ നിഗൂഢ സന്തതി, ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ്, ആരുടെ നിഗൂഢ സന്തതിയാണ് എന്നുള്ള ചോദ്യമുണ്ടത്. ഇത്തരം ഒരു നിഗൂഢ സന്തതി പുറക്കാനിടയായിരിക്കുന്ന രാഷ്ട്രീയ കാരണം എന്ത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്തരം ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആര് പറയേണ്ടി വരും? കാലം അയാളെ കൊണ്ട് പറയിപ്പിക്കും, ഉറപ്പാണ്. അപ്പൊ അത് പറയിപ്പിക്കുന്ന ഒരവസ്ഥ അയാൾ ഒഴിവാവണമെങ്കിൽ അയാളുടെ മുമ്പിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്ത് വേണം? ഇവിടുന്ന് സംഗതി കളം വിടുക എന്നല്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല. അത്തരത്തിൽ കളം വിട്ടാലും വിദേശത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം ഉണ്ടാക്കും. പക്ഷെ അയാൾ ചെയ്തു വെച്ച പണി എന്താ പറഞ്ഞാൽ ഒരു മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഉള്ള ഒരു വലിയ ഉജ്ജ്വലമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചു. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ധാരണയുണ്ടാവുകയും ഭാവിയിൽ ഒരു വലിയ സമരമുഖം തുറക്കേണ്ടിയിരിക്കുന്നതുമായ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വളരെ വിശാലമായിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് രൂപം നൽകിയ സംഭവം അതിനെ പൊളിക്കാൻ ബോധപൂർവം സെൻട്രൽ ഗവൺമെന്റിന്റെയും സെൻട്രൽ RSS ലീഡർഷിപ്പിന്റെയും അച്ചാരം വാങ്ങി ഇതിൽ പണിയെടുക്കുന്ന ആളും കൂടിയാണ് വാസ്തവത്തിൽ ഈ വിജയൻ എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോ വിജയൻ വാസ്തവത്തിൽ ആരും കൂടിയാണെന്നൊരു ചോദ്യം വരുന്നത്. ആ ചോദ്യം വാസ്തവത്തിൽ സംഘപരിവാറിന് വേണ്ടി CPIM-നകത്ത് നിയോഗിക്കപ്പെട്ട ടൂളായിരുന്നുവോ വിജയൻ എന്ന് പറയുന്ന ഗൗരവപരമായിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ ഉയർന്നു വന്നാൽ ഞാൻ അത്ഭുതപ്പെടൂല കേട്ടോ. ഒരു കാരണവശാൽ ഞാൻ അത്ഭുതപ്പെടൂല. കാരണം അല്ല എങ്കിൽ ഇത്തരം കേസുകളെല്ലാം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ കാരണം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ കേരളത്തിനകത്തെ സാമുദായിക പാർട്ടികളെ മുഴുവൻ തന്നെ, സാമുദായിക സംഘടനകളെ മുഴുവൻ തന്നെ പുലർത്തുന്നു. ആർക്ക് വേണ്ടി? NSS-നകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, SNDP പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ബന്ധമുള്ള വിവിധങ്ങളായ സംഘടനകളുടെ സമസ്ത ഇതുപോലുള്ള അതിനകത്തെല്ലാം തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഇതിനെന്ത് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരാവശ്യമില്ലാത്ത രീതിയിൽ ഇതിനെ കമ്മ്യൂണലൈസ് ചെയ്യാനുള്ള പണിയെടുക്കുക.
അപ്പൊ ഈ പറയുന്ന ചെയ്തികൾ മുഴുവൻ തന്നെ രാഷ്ട്രീയമായി ചെയ്യുന്നത് ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ രീതിയെ അല്ല. തിരുവനന്തപുരത്ത് പിറന്നതുപോലെ ഒരു നിഗൂഢ സന്തതി കേരളം മൊത്തം പിടിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന പിടിച്ചെടുക്കാനായുള്ള നീക്കമാണ് ശരിക്കും. തീർച്ചയായിട്ടും അതാണ് അതിന്റെ വസ്തുതാപരമായ അതിനകത്താണ് വാസ്തവത്തിൽ ഒരു നിയമയുദ്ധത്തിലേക്ക് ആര് വരുന്നു? സ്വപ്ന സുരേഷ് വരുന്നു, ഒരു വലിയ പോരാളിയായി സ്വപ്ന സുരേഷ്. കാരണം അതിനകത്ത് സങ്കടമുണ്ട്, കണ്ണീരുണ്ട്, ഒടുങ്ങാത്ത വേദനയുണ്ട് അതിനകത്ത്. പക പിന്നെയാണ്, പകയെല്ലാം ഒരുപാട് ദൂരെയാണ്. പക്ഷെ ഒരു സ്ത്രീയെ, അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരാൾക്ക് അയാൾക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അത് വളരെ സിൻസിയറായി ചെയ്തു കൊടുത്തു. ആരുടെ കൂടെ നിന്നിട്ട് ഈ പറയുന്ന ശിവശങ്കറിന്റെ കൂടെ നിന്നിട്ട് അവസാനം അപമാനിതരായി വരെന്ന് പറയുന്ന നിയമസഭക്കകത്ത് പറഞ്ഞു അയാൾ, എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന്. നോക്കൂ നിങ്ങൾ എത്ര ഹൃദയശൂന്യനാണ്, എത്ര ഹൃദയശൂന്യനാണ് മാഡം, എത്ര ഹൃദയശൂന്യനാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഇങ്ങനെ പറ്റുമോ? കേരളത്തിനകത്ത് വന്നിട്ട് അവരെ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അവർ കേസിൽ പ്രതിയായി മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരിക. ഇയാളെന്നിട്ട് ഇതൊക്കെ ഞാൻ പണ്ടും കണ്ടതാണ്, ഇതിനേക്കാൾ വലുതും കണ്ടതാണെന്ന് പറഞ്ഞ വലിയ ബടായും വിട്ടിട്ട് നാട്ടുവിട്ട പോവുക. ഇവർക്ക് ജീവിതമില്ലേ? അവർക്ക് കുടുംബമില്ലേ? അവർക്ക് സങ്കടമില്ലേ? അവർക്ക് മാന്യതയില്ലേ? അവർക്ക് അഭിമാനമില്ലേ? ഇല്ലേ? അവർക്ക് വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിന് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് പോലും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞാൽ അത് കാലം കരുതി വെച്ചിരിക്കുന്ന വളരെ മനോഹരമായ സംഭവമാണത്. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ ഒരു കാര്യം കൂടി അതിനകത്ത് പറയാം. നമ്മള് മഴ പെയ്യുമ്പോ സാധാരണ എന്താന്ന് പറഞ്ഞാൽ വെള്ളം കുത്തിയൊഴുകി പോകില്ല, ഉണ്ടാവാൻ കുത്തിയൊഴുകി പോകില്ല. പ്രത്യേകിച്ച് നമ്മുടെ കരപ്രദേശത്തെല്ലാം കുത്തിയൊഴിച്ചു പോകും. പക്ഷെ അവിടെ പോലും എന്ത് വിവരം എന്ന് പറഞ്ഞാൽ പിന്നീട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ വെള്ളം അരിച്ചരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങും. ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കരപ്പറമ്പുള്ള സ്ഥലത്തിന്റെ അകത്ത് നിന്ന് പോലും എന്താ വെച്ചാൽ ഉറവ പൊട്ടു. ഈ ഉറവ പൊട്ടി വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് മേലേന്ന് പെയ്തിരിക്കുന്ന വെള്ളം, മഴവെള്ളം അത് ഭൂമി അബ്സോർബ് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ചിട്ട് അത് പുറത്തേക്ക് വരുന്നതാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ ഈ വിജയനെതിരായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സ്വാഭാവികമായും ഇതുപോലെ തന്നെ മുളപൊട്ടി ഇത് പുറത്തേക്ക് വരും. ഇത്തരം ഉറവ് പൊട്ടൽ ഉണ്ടാകുമ്പോൾ അവസ്ഥയിലേക്ക് വരും. അത് വരും. അതാണ് ഞാൻ പറഞ്ഞത്. അത് വരും. അത് വരിക എന്നുള്ളത് ചരിത്രത്തിന്റെ ആവശ്യകതയാണ്, അതിന്റെ അനിവാര്യതയാണ്. അത് നിങ്ങൾ പാർട്ടിയെ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു, സൊസൈറ്റിയെ പറ്റിച്ചു, പിന്നെ അതിനെ സമ്പദ്ഘടനയെ തുലച്ചു, സാംസ്കാരിക മേഖലയെ തളച്ചു, പിന്നെ മനുഷ്യർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളെ പോലും ഇല്ലാതാക്കി. ഇങ്ങനെ സർവനാശം വിതച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയും? അങ്ങനെ ഒരാളെ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ വരുന്ന ഒരാളുടെ എന്താ പറയാ, അയാളുടെ രാഷ്ട്രീയ മരണം, അയാൾ എന്താണ് എന്ന് ജനത്തിന് മുമ്പിൽ ആളുകൾക്കെല്ലാം മനസ്സിലാക്കി കൃത്യമായി റിവീൽ ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ അധ്യായം ഒരുപക്ഷെ ഈ സ്വപ്ന സുരേഷിന്റെ ഈ കേസിലൂടെ റിവീൽ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും സർ. താങ്ക് യു. ഓക്കെ.